ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ആം, എപ്പോഴത്തെ പോലെ തന്നെ പുലർച്ചെ എഴുന്നേറ്റ് അപ്പോൾ ഇപ്പോൾ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ സ്കൂൾ ഓപ്പൺ ആയതിനു ശേഷം മോന് മദ്രസ ടൈം വ്യത്യാസമുണ്ട്, മാറ്റിയിട്ടുണ്ട്. അവന് 6:30ക്കാണ് ക്ലാസ്. അപ്പോൾ അവനും എൻ്റെ കൂടെ എഴുന്നേറ്റ് വരും. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പുലർച്ചെ എഴുന്നേക്കുന്നത്. അപ്പോൾ എഴുന്നേറ്റ പാടെ ലൂണ ഞാൻ ഡോറെങ്ങാണ്ട് തുറക്കാൻ ചെന്നതാന്നും പറഞ്ഞ് എന്നെക്കാളും മുന്നേ പോയി നിൽക്കുകയാണ്. പക്ഷെ ഞാൻ ഡോർ അപ്പോഴും ഓപ്പൺ ആക്കാറില്ല, കാര്യം തണുപ്പും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് തുറക്കാറില്ല. അപ്പൊ നേരെ അടുക്കളയിലോട്ട് വന്നു. രാത്രി തന്നെ ഒരുവിധം എല്ലാ ജോലിയും ഒതുക്കി കുഞ്ഞുങ്ങളുടെ സ്നാക്സ് ബോക്സ് എല്ലാം കഴുകി കമഴ്ത്തിയൊക്കെ വെച്ചതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതെ അല്ലെ ഒതുക്കാതെയൊക്കെ ചെന്ന് കയറി കിടന്നു കഴിയുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒരു മടുപ്പാണ്. ഓഹ്, ഇനി എവിടുന്ന് തുടങ്ങും, ആദ്യം എന്ത് ചെയ്യുമെന്ന്. അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള അരി ആദ്യമേ അങ്ങ് ഗ്രൈൻഡറിലോട്ട് വാരിയിട്ട് അത് അവിടെ കിടന്ന് അരഞ്ഞ് ജോലി ഒതുങ്ങുമ്പോഴത്തേക്ക് അതാവും. അങ്ങനെ ഞാൻ പോയി നേരെ കുളിക്കാൻ പോയി. കുളിച്ച് വന്നപ്പോഴത്തേക്ക് മോൻ അവൻ്റെ കുളിയും നനയും എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. പാവം എപ്പോൾ എഴുന്നേറ്റാലും കുളിക്കും കേട്ടോ, ആദ്യം കുളിക്കും. പിന്നെ അവനുള്ള പാല് കാച്ചാൻ വെച്ചിട്ട് ഞാൻ പിന്നെ തൂക്കാനൊക്കെ അങ്ങ് നിന്നു. ഞാൻ തലേന്ന് രാത്രി തുടച്ചിട്ടിരുന്നു, അതുകൊണ്ട് പിന്നെ വേറെ തുടയ്ക്കാനൊന്നും ഇല്ലായിരുന്നു. ഒന്ന് തൂത്ത് വിട്ടാൽ മതി, കാര്യം രാത്രി ആയാലും ഈ ഉറുമ്പ് ശല്യമൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെ തൂക്കലും ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വന്ന് നേരെ ചപ്പാത്തി ചുട്ട്. അവൻ കഴിക്കത്തില്ല, രാവിലെ മദ്രസ ടൈമിൽ അവൻ ഫുഡ് കഴിക്കില്ല. അപ്പം അവന് പാലോ മുട്ട അങ്ങനെ എന്തെങ്കിലും കൊടുക്കേ ഉള്ളൂ. പിന്നെ ഇക്കാക്ക് ചോറ് കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ പരിപാടികൾ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് പോയി. തലേന്ന് വെച്ച കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ തോരനും മാത്രമേ എക്സ്ട്രാ ഉണ്ടാക്കിയുള്ളൂ. അതുകൊണ്ട് വെണ്ടയ്ക്കയാണ് ഞാൻ തോരൻ വെച്ചത്. തോരനില്ല, വിഴുക്ക് വരട്ടി. വിഴുക്ക് വരട്ടിയിൽ കടുക് ഇടുന്നവർ കുറവാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടത്തില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തോന്നുമ്പോൾ ഇടും എന്നേ ഉള്ളൂ. ചിലപ്പോൾ മിക്കവരും ഞാൻ യൂട്യൂബിൽ കാണുന്ന ഈ വിഴുക്ക് വരട്ടിക്കകത്ത് കടുക് പൊട്ടിക്കാറില്ല. ഇത് പിന്നെ ഞാൻ പൊട്ടിച്ചെന്നേ ഉള്ളത്. വെണ്ടയ്ക്കയും മുട്ടയും കൂടെ ഒരുമിച്ച് ഇട്ടുള്ള തോരനാട്ടോ. വിഴുക്ക് വരട്ടിയല്ല, അതൊരു തോരൻ തന്നെയാണ്. അത് പിന്നെ ഞാൻ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്തിരുന്നല്ലൊരു, ഇല്ല ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ, ക്യാരറ്റും മാങ്ങയും കൂടെ ഇട്ട ഒരു അച്ചാറും ഏതോ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അല്ലാതെ ഞാൻ അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തലേന്ന് രാത്രി ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇക്കാടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും മോൻ ഇറങ്ങാനുള്ള സമയമായി. മോനൊരു 6:30ക്കാ ക്ലാസ്. അവരിവിടുന്ന് വാപ്പായും മോനും ഏറെക്കുറെ 6:30 ആവാറാകുമ്പോഴാണ് ഇറങ്ങുന്നത്. കരിക്കായി എണീറ്റ് ഫ്രഷൊക്കെ ആവണമല്ലോ. അവരിറങ്ങുന്ന സമയത്തിന് തന്നെ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. മോള് ഇത്തിരി താമസിച്ചു പോയി. അപ്പോൾ മോള് അവരിറങ്ങുന്ന സമയത്താണ് വന്നത്. അപ്പോൾ മോക്കും കുളിച്ചിട്ട് വന്ന് ഇടാനുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അവൾക്ക് ഈ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള വള, മാല, കമ്മല് അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് പോകണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവള് കുളിക്കാനും പോയി. അവളെ കുളിയും നനയെല്ലാം കഴിഞ്ഞ് വന്ന് രണ്ടുപേരും കൂടെ, ഞാനും മോളും കൂടെയാണ് സ്നാക്സ് ബോക്സ് ഒക്കെ എടുത്ത് വെക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് അവളെ മുടി കെട്ടുകയാണ്. അപ്പം സ്വന്തമായിട്ട് എടുത്തതാണ് വീഡിയോ. എന്തൊക്കെ പാട്ട് പാടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അവളുടെ ഒരുക്കവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്ക പോയി മോനെ കൊണ്ടുവന്നു. ഇക്ക ഇറങ്ങാൻ പോവുകയാണ്. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇക്ക പോവും ജോലിക്ക്. നേരത്തെ പോകുമായിരുന്നു, 7:45 ആകുമ്പോൾ പോകുമായിരുന്നു. അപ്പോൾ മോനെ മദ്രസയിൽ 8 മണിക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടാണ് പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഇക്ക ജോലിക്ക് പോകുന്നില്ല. ഇക്കാക്ക് കാലിന് ചെറിയൊരു അപകടം പറ്റിയിട്ട് ഇപ്പോൾ കിടക്കുകയാണ്, റെസ്റ്റിലാണ്. അപ്പോൾ അവൻ്റെ മോളുടെ ഫിറ്റ്സൊക്കെയാണ് നടക്കുന്നത്. ഒരുങ്ങിക്കഴിഞ്ഞ് പിന്നെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ വേണം രാവിലെ തന്നെ. അങ്ങനെ ഞാനും അവരെ കൂടെ തന്നെ ഫുഡ് കഴിച്ചു. സ്കൂൾ ഓപ്പൺ ആയാൽ പിന്നെ സമയത്തിന് ഫുഡ് കഴിപ്പ് അങ്ങ് നടക്കും. അവരെ കൂടെ തന്നെ മാക്സിമം കഴിക്കും. അങ്ങനെ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ ലൂണ കുഞ്ഞുങ്ങളുടെ അടുത്തുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യും കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, തിരിച്ച് വരുമ്പോഴും ആദ്യം പോയി അവരെ നോക്കുന്നത്. ഞാനും മക്കളും ഇറങ്ങുകയാണ്. ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ചൊന്ന് നടക്കണം റോഡിലേക്ക്. മുകളിലെ ബസ് വരുള്ളൂ, വലിയ ബസ്സുകളൊന്നും ഈ താഴോട്ട് റോഡിലേക്ക് വരില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നടന്നു അങ്ങ് അവിടെ പോയി നിൽക്കണം. അവരുടെ ഒരു കടയുണ്ട്, അവിടെ നിൽക്കും. ബസ് സ്റ്റോപ്പായിട്ടല്ല, അവരെ വണ്ടി വന്ന് നിൽക്കുന്ന അവിടെയാണ് നിർത്താറ്. അപ്പോൾ അതിന് മുന്നേ ഷെഡിലാണ് ലൂണയും പൂപ്പി ഷെഡിലുണ്ട്. അപ്പോൾ അവരെയും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് ഓർത്തു. അവരിപ്പോൾ കൂട്ടിലാണ് കേട്ടോ. അപ്പോൾ അന്ന് ഷെഡിലാണ് കെട്ടിയിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നടന്നു പോവുകയാണ്. ഒരുപാട് സമയമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് അങ്ങനെ മതി. അത്യാവശ്യം ഒരു സ്പീഡിൽ നടക്കാന്നുണ്ടെങ്കിൽ. ഇവിടെയാണ് ഞങ്ങൾ ബസ് കാത്തിരിക്കുന്നത്. അവരെ ബസ്, ആ പച്ച കളറാണ് അവരുടെ ബസ്. അവരെ ബസ് കയറ്റിയിട്ട് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇത് ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള ഷെഡാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്. ചരിപ്പ് വാർപ്പാണ് ഞങ്ങളുടെ വീട്. സ്വന്തം വീടാണ്. ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായി. അതാണ്ട്
ഫെയ്ത്തുൽ നൂർ, ഇതാണ് ഞങ്ങളെ വീട്ടുപേര്. ഞാൻ കസ്റ്റമൈസ് ചെയ്ത് നെയിം ബോർഡിന് കൊടുത്തതാണ്, പക്ഷെ എനിക്ക് കിട്ടിയതായിപ്പോയി. ഞാൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്, പക്ഷെ ചെയ്ത് വന്നപ്പോൾ സാധനം മാറിപ്പോയി, ഡിസൈനും വർക്കൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് 9:15 അവരെ വണ്ടി വന്നു. ഞാൻ 9:20 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ അത്ര ദൂരമേ ഉള്ളൂ. വന്ന് നേരെ ലൂണായും കുഞ്ഞുങ്ങളെ നോക്കാനാണ് ഞാൻ പോവുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും വീടിനകത്ത് ആദ്യം കയറുമ്പോഴും വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും അവരെ നോക്കും. കാര്യം കുഞ്ഞുങ്ങളല്ലേ, എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ പിന്നെ കുറച്ചു നേരം ലൂണയുടെ കൂടെ അവളെ കളിപ്പിച്ചും കൊഞ്ചിച്ചൊക്കെ ഇരുന്ന് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടല്ലോ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ തടവി കൊടുക്കുന്നതൊക്കെ. പക്ഷെ ഇപ്പൊ ആള് ഭയങ്കര മൂഡ് ഓഫ് ആണ്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അത്ര ആക്റ്റീവ് അല്ല. രാത്രി പകൽ ഇങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ. രാത്രി ഫുൾ ടൈം പല്ലിയപ്പിടുത്തവും പാറ്റയപ്പിടുത്തവും ഒക്കെ ആയിട്ട് ഒച്ചയും ബഹളമാണ്. പകല് ഫുള്ള് ഇതുപോലെ ഉറക്കം തൂങ്ങിയിരിക്കും. രാത്രി തട്ടുമുട്ടും ബഹളവും കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനുശേഷം ഞാൻ വീട്ടിൽ പോയിരുന്നു. എൻ്റെ വീട്ടിൽ പോയി കുറച്ച് തുണി കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് പിള്ളേരെ വിളിക്കാൻ പോയത്. അതിൻ്റെ ഇടയ്ക്കുള്ളതൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു ചോറ് കഴിച്ചിട്ട് എടുത്തൊക്കെ. അതിനെ തിരിച്ച് വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് മോളക്കുളിയും നനയും ഫുഡ് കഴിപ്പും എല്ലാം കഴിഞ്ഞ് മോക്ക് വൈകിട്ടാണ് മദ്രസ. മോന് രാവിലെ മോക്ക് വൈകിട്ടുമാണ്. അപ്പോൾ മോള് കണ്ട പപ്പ കൊണ്ടുപോകാൻ വന്ന്. പപ്പയാണ് മദ്രസയിൽ കൊണ്ടുപോകുന്നത്. അവരിവിടെ അടുത്ത് കളീക്കൽ പുതുവലിൽ കളീക്കൽ പള്ളിയിൽ മദ്രസയിൽ പോകുന്നുണ്ട്. അപ്പോൾ മോളെ കൊണ്ട് പോകാൻ പപ്പ വന്നതാണ്. അങ്ങനെ പിന്നെ അവരെ കാര്യങ്ങൾ മദ്രസ കഴിഞ്ഞ് മോള് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വരും. രാവിലെ മാവ് അരി അരച്ച് വെച്ചില്ലായിരുന്നു. അപ്പോൾ രാത്രിയിലത്തേക്ക് ദോശ ഇടാന്ന് കരുതി. പിന്നെ ഉള്ളതൊന്നും വീഡിയോസ് ആക്കി എടുത്തില്ല. കാര്യം ഭയങ്കര പാടാണ്, ഉള്ളത് പറയാലോ. ഡേ ഇൻ മൈ ലൈഫ് ഭയങ്കര